എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 34 ചോദ്യങ്ങളാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്ക് പേജ് നമ്പർ 37 ചോദ്യങ്ങളൊന്ന് നോക്കാം. അപ്പൊ എന്താണ് ആദ്യത്തെ ചോദ്യം? 1.5 മീറ്റർ ഓഫ് ക്ലോത്ത് ഈസ് നീഡഡ് ഫോർ എ ഷർട്ട്. അതായത് ഒരു ഷർട്ട് തുന്നാൻ എത്ര തുണി വേണം? 1.5 മീറ്റർ, 1.5 മീറ്റർ തുണി വേണം ഒരു ഷർട്ട് തുന്നാൻ. അപ്പൊ ഞാൻ പറയാറുള്ള പോലെ ചോദ്യം നല്ലവണ്ണം വായിക്കുക അല്ലെ. അപ്പൊ ഒരു ഷർട്ട് തുന്നാൻ 1.5 മീറ്റർ തുണി വേണം. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൗ മച്ച് ക്ലോത്ത് ഈസ് റിക്വയർഡ് ഫോർ 5 സച്ച് ഷർട്ട്. അതായത് അപ്പൊ അതേപോലത്തെ 5 ഷർട്ടുകൾ, അതേ അളവിലുള്ള 5 ഷർട്ടുകൾ തുന്നണമെങ്കിൽ എത്ര തുണി വേണം? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലെ. അതായത് ഒരു ഷർട്ട് തുന്നാൻ എത്ര തുണി വേണം, അതിനെ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 ഷർട്ട് വാങ്ങാൻ, 5 ഷർട്ട് തുന്നാനുള്ള തുണി കിട്ടും അല്ലെ. അപ്പൊ ഞാനിവിടെ എഴുതി ക്ലോത്ത് നീഡഡ് ഫോർ 1 ഷർട്ട്. അതായത് ഒരു ഷർട്ടിന് ആവശ്യമായ തുണി അല്ലെ എത്ര മീറ്റർ ആണ്? 1.5 മീറ്റർ, അതായത് 1.5 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? അങ്ങനെയാണെങ്കിൽ 5 ഷർട്ടിന് ആവശ്യമായ തുണി അല്ലെ. അപ്പൊ ഇതേപോലെ എഴുതാം, ക്ലോത്ത് നീഡഡ് ഫോർ എത്ര ഷർട്ടാണ്? 5 ഷർട്ട്സ്. അപ്പൊ അതായത് 5 ഷർട്ട് തുന്നാൻ ആവശ്യമായ തുണി അല്ലെ. നാം എന്ത് വേണം നമുക്കറിയാലോ. ഒരു ഷർട്ട് തുന്നാൻ വേണ്ട തുണിയെ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. അപ്പൊ 5 × 1.5. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ ഒരു മിശ്ര ഭിന്നമാണ് അല്ലെ, അതായത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇത് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. അപ്പൊ ഞാൻ 2 തരങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ആ രീതിയിൽ ചെയ്യാം. അപ്പൊ ഏത് രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടും, മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുള്ള മാർഗത്തിൽ നിങ്ങൾ ചെയ്യാം. അപ്പൊ ഒരു രീതി എങ്ങനെയാണ്? സീക്വൽ ടു. ഇപ്പൊ നോക്കിയാൽ 5 × 1.5 അല്ലെ. അപ്പൊ നമുക്ക് 5 × 1.5 അല്ലെ, 1.5 മീറ്റർ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 മീറ്ററും അതിന്റെ കൂടെ ഒരു 1/2 മീറ്റർ അല്ലെ. അപ്പൊ 1 + ½ എന്ന് എഴുതാം, മനസ്സിലായല്ലോ. അതായത് 1.5 നമ്മൾ 1 പിന്നെ 1/2 അല്ലെ, 1 1/2 കൂടി കഴിഞ്ഞാൽ 1.5 ഇല്ലേ. അപ്പൊ നമ്മൾ 5 × 1 + 1/2 എന്ന് എഴുതി. ഇനി ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഇതിപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ 5 കൊണ്ട്, അതായത് പുറത്തുള്ളത് കൊണ്ട് ഈ 2നെയും നമ്മൾ ഗുണിക്കണം. ആദ്യം ഇതിനെ ഗുണിക്കണം, അതിനുശേഷം ഈ പുറത്തുള്ളത് കൊണ്ട് ഇതിനെ ഗുണിക്കണം. അതാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നമുക്ക് എന്ത് വരും? ആദ്യം 5 കൊണ്ട് 1നെ ഗുണിക്കാം അല്ലെ. സീക്വൽ ടു 5 × 1. കണ്ട, ആദ്യം 5 കൊണ്ട് 1നെ ഗുണിച്ചു. ഇനി ഇവിടെ എന്താണ്? പ്ലസ് അല്ലെ, പ്ലസ്. അപ്പൊ എപ്പോഴും ബ്രാക്കറ്റ് ഇട്ട് ചെയ്യുക. അപ്പൊ എന്ന് വെച്ചാൽ തെറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ 5 × 1 നമുക്ക് ഗുണിച്ചല്ലോ. ഇനി ചിഹ്നം നമ്മൾ പ്ലസ് ഇട്ട് ഇനി എന്ത് വേണം? 5 × ½ 5 × ½. 5 കൊണ്ട് 1/2 ഗുണിച്ചു, മനസ്സിലായല്ലോ. ഇനി ഇങ്ങോട്ട് നോക്കിയേ, 5 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 അല്ലെ, പ്ലസ് 5 × ½ അല്ലെ, 5 × ½. അപ്പൊ നമുക്ക് എന്ത് പറയാം? നോക്കിയാൽ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. 5 × ½ എന്ന് പറഞ്ഞാൽ 5/2. അപ്പൊ 5നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 2.5 അല്ലെ. അപ്പൊ 2.5. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 5 + 2.5 എത്രയാണ്? 7.5 മീറ്റർ. അപ്പൊ 7.5 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് 5 ഷർട്ടുകൾ തുന്നിക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു മാർഗം കൂടി പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കിയേ, 1.5 മീറ്റർ ആണ് അല്ലെ, 1.5 മീറ്റർ. അപ്പൊ നമ്മൾ ഈ 1.5 എന്ത് ചെയ്യാന്ന് വെച്ചാൽ 1.5 മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം, അതായത് വിഷമ ഭിന്നമാക്കാം. എങ്ങനെ വിഷമ ഭിന്നമാക്കാം? അതൊന്ന് ശ്രദ്ധിക്കുക, അത് എപ്പോഴും നമുക്ക് ആവശ്യം വരും. ഈ അടിയിലുള്ള ഈ 1, 2 അല്ലെ, അപ്പൊ ഇത് തമ്മിൽ ഗുണിക്കുക. അപ്പൊ ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര? 2 × 1 2 അല്ലെ. പിന്നെ ഈ മുകളിലുള്ളത് അങ്ങോട്ട് കൂട്ടാം, അതിന്റെ കൂടെ കൂട്ടാം. അപ്പൊ എത്ര വരും? 2 × 1 എന്ന് പറഞ്ഞാൽ അത് 2 × 1 എന്ന് പറഞ്ഞാൽ 2 അല്ലെ. ഇനി അതിന്റെ കൂടെ എന്ത് വേണം? അതിന്റെ കൂടെ 2ന്റെ കൂടെ ഈ മുകളിലുള്ളത് കൂട്ടി. അപ്പൊ എത്ര വന്നു? നമുക്ക് 3 എന്ന് വന്നു അല്ലെ. അപ്പൊ എന്തായിരിക്കും? 1.5 എന്നുള്ളത് നമുക്ക് 3/2 എന്ന് എഴുതാം. അപ്പൊ ഈ 1.5 എന്തായി മാറി? 3/2 എന്നായി മാറി, മനസ്സിലായില്ലേ. ഇനി നമ്മൾ എന്ത് വേണം? 5 കൊണ്ട് ഗുണിക്കണം അല്ലേ, × 5. ഇത്രേ ഉള്ളൂ. സീക്വൽ എന്ത് വരും? 3 × 5 എത്രയാണ്? 15. 15/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7.5. കണ്ട, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ദി പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓഫ് ഓക്ര ഈസ് 30 rupees. അതായത് 1 കിലോഗ്രാം വെണ്ടക്കയുടെ വില എത്രയാണ്? 30 rupees, 30 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് 2.5 കിലോഗ്രാം? 2.5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 2.5 കിലോഗ്രാം അല്ലെ. അങ്ങനെയാണെങ്കിൽ 2.5 കിലോഗ്രാം വെണ്ടക്കയുടെ വില എത്രയാണ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 കിലോഗ്രാമിന്റെ വിലയെ നാം 2.5 അല്ലെ 2.5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2.5 കിലോയുടെ വില കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എളുപ്പം ചെയ്യാലോ. അപ്പൊ നോക്കിയേ, പ്രൈസ് ഓഫ് 1 kg ഓക്ര അല്ലെ, അതായത് 1 കിലോഗ്രാം വെണ്ടക്കയുടെ വില = 30 rupees, 30 രൂപ അല്ലെ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് 2.5 കിലോ അല്ലെ 2.5 കിലോ വെണ്ടക്കയുടെ വില കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പ്രൈസ് ഓഫ് ഇതേപോലെ തന്നെ എഴുതാം. പ്രൈസ് ഓഫ് 1 kg പകരം 2.5 അല്ലെ 2.5 കിലോഗ്രാം ഓക്ര. പ്രൈസ് ഓഫ് 2.5 കിലോഗ്രാം ഓക്ര, അതായത് 2.5 കിലോഗ്രാം വെണ്ടക്കയുടെ വില എത്ര? എങ്ങനെ നമ്മൾ ചെയ്യാം? 2.5 കിലോ അല്ലെ 2.5 കിലോ ഇൻറ്റു 1 കിലോഗ്രാമിന്റെ വില എത്രയാണ്? 30 റുപ്പീസ് അല്ലെ. അപ്പൊ 2.5 ഇൻറ്റു 30. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 2.5 നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 2നെ നമുക്ക് 2.5 നമുക്ക് 2 പ്ലസ് ഹാഫ് എന്ന് എഴുതാം അല്ലെ. 2 പ്ലസ് അര അങ്ങനെ എഴുതാം. പിന്നെ ഇൻറ്റു 30. അപ്പൊ എന്ത് വേണം? ബ്രാക്കറ്റിലുണ്ട് അല്ലേ. ഇതുകൊണ്ട് ഓരോന്നിനെയും നമ്മൾ ഗുണിക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെ. അപ്പൊ അതേപോലെ ഗുണിച്ചു നോക്കിയേ. ആദ്യം 30 ഇൻറ്റു 2 അല്ലെ, അല്ലെങ്കിൽ 2 ഇൻറ്റു 30 ഗുണിച്ചു. അത് കഴിഞ്ഞാൽ പ്ലസ്, പിന്നെ 30 കൊണ്ട് ഇതിനെ ഗുണിക്കണം അല്ലെ. ഹാഫ് ഇൻറ്റു 30. ഇനി നോക്കിയേ 2 ഇൻറ്റു 30 എത്രയാണ്? 60 പ്ലസ് ഇവിടെ നോക്കിയാൽ 1/2 ഇൻറ്റു 30 അല്ലെ. അതായത് 1/2 ഇൻറ്റു 30 എന്ന് വെച്ചാൽ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 30/2 അല്ലെ, 30/2 അല്ലെ. അപ്പൊ 30/2 എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തൂടെ? നോക്കിയാൽ 30നെ നോക്കിയാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം പോകും? 15 പ്രാവശ്യം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പ്ലസ് 15. 1 ഇൻറ്റു 15 15. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 75 റുപ്പീസ്. അപ്പൊ ഞാൻ ഇതും കൂടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് കാണിച്ചു തരാം. നോക്കിയാൽ 2.5 അല്ലെ, 2.5 ആണ്. അപ്പൊ 2.5 നമ്മൾ എങ്ങനെ മാറ്റും? 2.5 മാറ്റാൻ ഇത് തമ്മിൽ ഗുണിക്കുക, അതിന്റെ കൂടെ ഇത് കൂട്ടാം അല്ലെ. അപ്പൊ 2 ഇൻറ്റു 2 എത്രയാണ്? 4. 4ന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 5 അല്ലെ. അപ്പൊ 5/2 എഴുതി. 5/2 എഴുതി. ഇനി നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും അല്ലെ. ഇത് 2.5ക്ക് പകരം നമുക്ക് 5/2 എന്ന് എഴുതാം. 2.5ക്ക് പകരം 5/2 ഇൻറ്റു 30 കണ്ടാ 30. ഇവിടെ നോക്കിയാൽ നമുക്ക് 30നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15. അപ്പൊ നോക്കിയേ 15 ഇൻറ്റു 5 എത്രയാണ്? 75. അപ്പൊ നമുക്ക് ഈ രീതിയിലും ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കിയാൽ എ പേഴ്സൺ വാക്സ് 2.5 കിലോമീറ്റർ ഇൻ ആൻ അവർ. അതായത് ഒരാള് 1 മണിക്കൂറിൽ എത്ര ഡിസ്റ്റൻസ് നടക്കുന്നുണ്ട്? എത്ര കിലോമീറ്റർ നടക്കാൻ പറ്റും? 2.5 അല്ലെ. അതായത് 2.5 കിലോമീറ്റർ അയാൾ നടക്കും 1 മണിക്കൂറിൽ. അങ്ങനെയാണെങ്കിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൗ ഫാർ വിൽ ഹി വാക്ക് ഇൻ 1.5 അവർ. അതായത് 1.5 മണിക്കൂർ. 1 മണിക്കൂർ കൊണ്ടാണ് അയാൾ 2.5 മണിക്കൂർ നടക്കുന്നത്. 2.5 കിലോമീറ്റർ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1.5 മണിക്കൂറിൽ അയാൾ എത്ര നടക്കും? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം 1 മണിക്കൂറിൽ എത്രയാണ് നടക്കുന്നത്. അതിനെ നമുക്ക് എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 1.5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും അല്ലെ. അപ്പൊ നമുക്കൊന്നൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നോക്കിയേ ഡിസ്റ്റൻസ് വാക്സ് ഇൻ 1 അവർ അല്ലെ. അതായത് 1 മണിക്കൂറിൽ നടക്കുന്ന ദൂരം. അപ്പൊ 1 മണിക്കൂറിൽ നടക്കുന്ന ദൂരം എത്രയാണ്? 2.5 കിലോമീറ്റർ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഇതേപോലെ എഴുതാം. ഡിസ്റ്റൻസ് വാക്സ് ഇൻ 1 മണിക്കൂറിന് പകരം 1.5 മണിക്കൂർ അല്ലെ. 1.5 അവർ. അപ്പൊ 1.5 മണിക്കൂറിൽ നടക്കുന്ന ദൂരം എങ്ങനെ നമ്മൾ ചെയ്യാം? 1.5 ഇൻറ്റു അല്ലെ 1.5 ഇൻറ്റു 1 മണിക്കൂറിൽ ഇത്ര നടക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ 1.5 മണിക്കൂറിൽ അതിനെ ഗുണിക്കുക. അപ്പൊ ഇൻറ്റു 2.5. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ രണ്ടും മിക്സഡ് ഫ്രാക്ഷൻ അല്ലെ, രണ്ടും മിശ്ര ഭിന്നാണ്. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്ത് ഇത്തിരി പണിന്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ രണ്ടാമത് കാണിച്ചെന്നില്ലേ, അതേ രൂപത്തിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? ഇതിന്റെ രൂപം ഒന്ന് മാറ്റാം. എങ്ങനെയാണ് മാറ്റേണ്ടത്? നമ്മൾ പഠിച്ചല്ലോ. എങ്ങനെയാ പഠിക്കണം? എങ്ങനെ മാറ്റാം? ഈ 2 കൊണ്ട് ഇതിനെ ഗുണിക്കുക അല്ലെ. ഇവ തമ്മിൽ ഗുണിക്കുക, അതിന്റെ കൂടെ ഇത് കൂട്ടാം. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ ചെയ്യുക. അപ്പൊ 2 ഇൻറ്റു 1 എത്രയാണ്? 2 അല്ലെ. 2ന്റെ കൂടെ 1 കൂട്ടുമ്പോ 3. അപ്പൊ തെറ്റിക്കരുത്. 3 ബൈ ഈ 2 അതേപോലെ ഏതാണോ ഡിനോമിനേറ്റർ അത് അതേപോലെ എഴുതി. അപ്പൊ 2. ഇനി ഇൻറ്റു ഇതിന് അതേപോലെ നമുക്ക് മാറ്റാം. 2 ഇൻറ്റു 2 അല്ലെ. ഇവ തമ്മിൽ ഗുണിച്ചു. അപ്പൊ 2 ഇൻറ്റു 2 എത്രയാണ്? 4. 4ന്റെ കൂടെ ഇത് കൂട്ടണം. അപ്പൊ 4 പ്ലസ് 1 5. അപ്പൊ 5/2. 2 രീതികൾ കാണിച്ചെന്നല്ലേ. അതിൽ രണ്ടാമത്തെ രീതിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കാരണം രണ്ടും മിക്സ്ഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നോക്കിയാൽ 3/2 ഇൻറ്റു 5/2 അല്ലെ. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. എങ്ങനെ ചെയ്യാം? 3/2 ഇൻറ്റു 5/2 അല്ലേ. ഇവ തമ്മിൽ ഗുണിക്കുക, ഇത് തമ്മിൽ ഗുണിക്കുക. 3 ഇൻറ്റു 5 എത്രയാണ്? 15 ബൈ 2 ഇൻറ്റു 2 എത്രയാണ്? 4. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം ഇവിടെ അല്ലെ ന്യൂമറേറ്റർ ഇതിനേക്കാൾ വലുതാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊന്ന് മാറ്റി എഴുതാം അല്ലെ. എങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ 15 ഇൻറ്റു 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 4 8, 3 ഇൻറ്റു 4 12 അല്ലെ. 3 ഇൻറ്റു 4 സീക്വൽ ടു 12. ഇനി 4 ഇൻറ്റു 4 16 ആയി അല്ലെ. പിന്നെ കൂടുതൽ. അപ്പൊ എന്ത് വേണം? അപ്പൊ 15ൽ എത്ര 4 ഉണ്ട്?
15-ൽ 3 4 അല്ലേ? അപ്പം നമ്മൾ 3 ഇവിടെ എഴുതി. പിന്നെ 3 × 4 12 ഇവിടെ എത്ര ഉണ്ട്? 15 അല്ലേ? അപ്പം എത്ര കൂടുതലുണ്ട്? 3 കൂടുതലില്ലേ? ആ 3 നമ്മൾ മുകളിൽ എഴുതി ബൈ 4. അത്ര കിലോമീറ്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതേ രൂപത്തിൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അപ്പം ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ചെയ്ത് നോക്കിയൂടെ? ഓക്കെ. അപ്പം എന്തായാലും നമ്മുടെ 4ാമത്തെ ചോദ്യം, റോണി ഹാസ് 36 സ്റ്റാമ്പ്സ് വിത്ത് ഹെർ. അതായത് റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പുകളുണ്ട്. പിന്നെയോ സാഹിറ സൈസ് ഷി ഹാസ് 2.5 ടൈംസ് ദിസ്. സാഹിറ എന്താ പറയുന്നത്? എൻ്റെ കയ്യിൽ, സാഹിറയുടെ കയ്യിൽ എത്ര ഉണ്ട്? ഈ റോണിയുടെ കയ്യിലുള്ളതിനേക്കാൾ 2.5 ഇരട്ടി അല്ലെ, 2.5 ഇരട്ടി സ്റ്റാമ്പുകൾ എൻ്റെ കയ്യിലുണ്ടെന്നാണ് സാഹിറ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാഹിറയുടെ കയ്യിൽ എത്ര സ്റ്റാമ്പ് ഉണ്ടായിരിക്കും? അപ്പോൾ റോണിയുടെ കയ്യിലുള്ള സ്റ്റാമ്പിന്റെ 2.5 ഇരട്ടി ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ നാം എന്ത് ചെയ്യണം? റോണിയുടെ കയ്യിലുള്ള സ്റ്റാമ്പിനെ ഏതുകൊണ്ട് ഗുണിക്കണം? അതിന്റെ 2.5 ഇരട്ടി കാണാം അല്ലെ? 2.5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ നോക്കിയേ, നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് വിത്ത് റോണി, അതായത് റോണിയുടെ കയ്യിലുള്ള സ്റ്റാമ്പുകളുടെ എണ്ണം എത്രയുണ്ട്? 36 എണ്ണം അല്ലെ? അങ്ങനെയാണെങ്കിൽ സാഹിറയുടെ കയ്യിൽ എത്ര സ്റ്റാമ്പുകളുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം നമ്പർ ഓഫ് സ്റ്റാമ്പ്സ്, ഇതേപോലെ തന്നെ എഴുതാം, വിത്ത് ആരുടെ കയ്യില്? വിത്ത് സാഹിറ. സാഹിറയുടെ കയ്യിൽ എത്ര ഉണ്ടായിരിക്കും? അപ്പോ 2.5 ഇൻറ്റു ഇതിന്റെ 2.5 മടങ്ങ് 36. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിൽ നമുക്ക് 2.5 നമുക്ക് ഇങ്ങനെ എഴുതാം, 2.5 എന്ന് എഴുതാം അല്ലെ? 2.5 2.5 നമ്മൾ ഇങ്ങനെ എഴുതി. പിന്നെ ഇൻറ്റു 36 അതേപോലെ തന്നെ എഴുതി. ഇനി നമ്മൾ എന്ത് വേണം? ഇതുകൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം അല്ലെ? ഓരോന്നിനെയും നമ്മൾ ഗുണിക്കണം. സീക്വൽ ടു നോക്കിയാൽ, അപ്പൊ ആദ്യം നമുക്ക് 36ഉം 2ഉം നമ്മൾ ഗുണിക്കണം അല്ലെ? അതായത് 2 × 36. ഇവിടെ പ്ലസ്, ആ പ്ലസ് നമ്മൾ ഇവിടെ ഇട്ടു. ഇനി എന്ത് വേണം? 1/2 കൊണ്ട് 36നെ ഗുണിക്കണം അല്ലെ? അപ്പൊ 1/2 × 36. ഇനി അതിനെ തിരിച്ചിട്ടാലും കുഴപ്പമില്ല. 36 × 1/2 എന്നിട്ടാലൊന്നും കുഴപ്പമില്ല. ഓർഡർ അങ്ങോട്ട് മാറ്റിയാലൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഓരോന്നിനെയും ഗുണിച്ചു. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കിയാൽ? 2 × 36 അല്ലെ? നമ്മൾ 36നെ 2 കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 72 എന്ന് കിട്ടും അല്ലെ? പ്ലസ് നോക്കിയാൽ 1/2 × 36. 36 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ എത്ര ഉത്തരം കിട്ടും നമുക്ക്? 18 ഉത്തരം കിട്ടും അല്ലെ? 18 കിട്ടും നമുക്ക്. അപ്പൊ നമുക്ക് ഇവിടെ എന്തോ ഒന്നുകൂടെ 72 പ്ലസ് ഇവിടെ 1 × 18 എന്ന് വെച്ചാൽ 18. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് 72ഉം 18ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 90. അപ്പൊ 90 സ്റ്റാമ്പ്സ് ആരുടെ കയ്യിലുണ്ട്? സാഹിറയുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ 5ാമത്തെ ചോദ്യം എന്താണ്? ജോജി വർക്ക്സ് 4.5 hours ഈച്ച് ഡേ. അതായത് ജോജി എല്ലാ ദിവസവും 4.5 മണിക്കൂർ വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി അവേഴ്സ് ഡസ് ഹി വർക്ക്സ് ഇൻ 6 ഡേ? അപ്പൊ ഓരോ ദിവസവും എത്ര മണിക്കൂർ വർക്ക് ചെയ്യും? 4.5 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ 6 ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യും? നമുക്കറിയാം ഒരു ദിവസം എത്രയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെ നമ്മൾ 6 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ ചോദ്യം പോലെ തന്നെ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യല്ലേ നമ്മള്? അപ്പൊ നോക്കിയേ, നമ്പർ ഓഫ് അവേഴ്സ് ജോജി വർക്ക്സ് ഇൻ 1 ഡേ. അതായത് ജോജി ദിവസവും ജോലി ചെയ്യുന്ന മണിക്കൂർ അല്ലെ? എത്ര മണിക്കൂർ? 4.5 അല്ലെ? 4.5 മണിക്കൂർ വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് അവേഴ്സ് ജോജി വർക്ക്സ് ഇൻ 1 ഡേക്ക് പകരം എത്രയാണ്? 6 ഡേ അല്ലെ? അപ്പൊ ഇൻ 6 ഡേ. അപ്പൊ ഇതേപോലെ എഴുതാം. എന്നിട്ട് ഇൻ 6 ഡേ, അതായത് 6 ദിവസം. അപ്പോൾ എത്ര വർക്ക് ചെയ്യുന്നുണ്ടാവും? നമുക്കറിയാം 4.5യെ 6 കൊണ്ട് ഗുണിക്കുക അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം 6 × 4.5. കണ്ടില്ലേ? നേരത്തെ അതായത് ഒരു വ്യത്യാസവും ഇല്ല, നമുക്ക് ഒരേ മോഡൽ ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 6 അല്ലെ? 6 × 4.5 നമുക്ക് എന്ത് എഴുതാം? 4 + ½ അല്ലെ? 4 + ½. ഓക്കെ. സീക്വൽ ടു എന്ത് ചെയ്യണം? ഓരോന്നിനെയും ഗുണിക്കണം അല്ലെ? ബ്രാക്കറ്റിന് പുറത്തുള്ളത് കൊണ്ട് നമ്മൾ അകത്തുള്ള ഓരോന്നിനെയും ഗുണിക്കണം. ആദ്യം 6 × 4 അല്ലെ? 6 × 4 ഗുണിക്കണം. പിന്നെ ചിഹ്നം പ്ലസ്. ഇനി നമുക്ക് 6 കൊണ്ട് ഹാഫിനെ ഗുണിക്കാം അല്ലെ? 6 × ½. ഓക്കെ. എത്ര വരും? 6 × 4 എത്രയാണ്? 24 പ്ലസ് 6 × ½ അല്ലെ? എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ 2 കൊണ്ട് 6 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ഉണ്ട്? 3 പ്രാവശ്യം ഉണ്ട് അല്ലെ? 3 2 ഉണ്ട് 6. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? 3 × 1. ഇത് ക്യാൻസൽ ആയി പോയി. 3 × 1 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ 24 + 3 എന്ന് പറഞ്ഞാൽ 27. അപ്പൊ 27 മണിക്കൂർ ആര് വർക്ക് ചെയ്യുന്നുണ്ട്? ഒരു 6 ദിവസം ജോജി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ 6ാമത്തെ ചോദ്യം നോക്കിയേ, കാൽക്കുലേറ്റ് ദി ഫോളോയിങ് അല്ലെ? ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് ചോദ്യം? 4 × 5 & 1/3.
5/1/3 4 ടൈംസ് 4 ടൈംസ് 4 മടങ്ങ് അല്ലെ. ഇത് നമ്മൾ എങ്ങനെ കാണാം? നമുക്കറിയാം 4 കൊണ്ട് ഇതിനെ ഗുണിക്കല്ലേ. ഇതിന്റെ 4 മടങ്ങ് കാണാന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഇതിനെ ഗുണിക്കുക അല്ലെ. അത്രേ ഉള്ളൂ. അപ്പൊ അതായത് 4 × 5 1/3 ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നമുക്കറിയാം അല്ലെ. സീക്വൽ ടു 4 × 4 അതേപോലെ എഴുതി 5ഉം 1/3 അല്ലെ. അതിന് നമുക്ക് എന്ത് എഴുതാം? 5 + 1/3 എന്ന് എഴുതാം. ഓക്കെ, നേരത്തെ ചെയ്ത് അതേപോലെ അല്ലെ. ഇനി നമ്മൾ എന്ത് വേണം? ഇതുകൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം, ഇതിനെ ഗുണിക്കണം, അത് കഴിഞ്ഞാൽ ഇതിനെ ഗുണിക്കണം. അപ്പൊ അത് നമുക്ക് ഇവിടെ തമ്മിൽ ഗുണിക്കാം. 4 × 5 അല്ലെ. അപ്പൊ ഇതുകൊണ്ട് ഇതിനെ ഗുണിച്ചു, ഈ ചിഹ്നം പ്ലസ്. ഇനി എന്ത് വേണം? നമ്മൾ ഇതുകൊണ്ട് അടുത്ത ആളെ ഗുണിക്കണം. അപ്പൊ 4 × 1/3 അല്ലെ. ഓക്കെ, ഇനി എന്തോരും? 4 × 5 20 പ്ലസ് 4 × 1/3 അല്ലെ. ഇവിടെ നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? ഇവിടെ നമുക്ക് വെട്ടിക്കളയാനൊന്നും പറ്റില്ല അല്ലെ. 4ഉം 3ഉം ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഗുണിച്ചിട്ട് 4 × 1 4/3 ഇങ്ങനെ എഴുതാനേ നമുക്ക് പറ്റുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 20 ഉണ്ട് അല്ലെ. 20 അതേപോലെ എടുക്കട്ടെ. പ്ലസ് 4/3 അല്ലെ. 4/3 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്കറിയാം അല്ലെ, 4നെ നമ്മൾ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. എത്ര 3 ഉണ്ട്? 4 ഒരു 3 അല്ലെ. അപ്പൊ 1 എഴുതി. ബാക്കി 1 × 3 3. ബാക്കി ഇവിടെ എത്ര കൂടുതലുണ്ട്? 1 കൂടുതലുണ്ട് അല്ലേ. ആ 1 നമ്മൾ മുകളിൽ എഴുതി /3. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയെന്ന് നോക്കിയേ. 20 + 1ഉം പിന്നെ ഒരു 1/3 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് 20ഉം 1ഉം കൂടി കൂട്ടിക്കൂടെ? 20ഉം 1ഉം കൂടി കൂട്ടി എത്ര വന്നു? 21 വന്നു. പിന്നെ എന്താണുള്ളത്? ഒരു 1/3 ഉണ്ട് അല്ലെ. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കിയാൽ 4 and 1/3 ടൈംസ് 5 അല്ലെ. അതിന്റെ അർത്ഥം എന്താണ്? 5ന്റെ 4/1/3 മടങ്ങ് അല്ലെ. 5ന്റെ 4/1/3 മടങ്ങ് അല്ലെ. അപ്പൊ നമ്മൾ ഇത് വേണം 4/1/3 × 5. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 4/1/3 4 + 1/3 എന്ന് എഴുതി അല്ലെ. ഇൻറ്റു ഇനി ബാക്കി 5 അല്ലെ. 5. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതുകൊണ്ട് ഓരോന്നിനെയും നമ്മൾ ഗുണിക്കണം വേണ്ടേ. ഓക്കെ, അപ്പൊ എന്ത് വരും നോക്കിയേ. ആദ്യം 5 കൊണ്ട് 4നെ ഗുണിക്കാം അല്ലെ. 5 × 4 4 × 5 എന്നിട്ട് അങ്ങനെ ആയാലും കുഴപ്പമില്ല. ചിഹ്നം പ്ലസ്. പിന്നെന്താണ്? 5 × 1/3 അല്ലെ. 5 × 1/3. ഓക്കെ, ഇനി നോക്കിയാൽ 5 × 4 എത്രയാണ്? 20 പ്ലസ് ഇനി 5 1/3 അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 1 5/3 ഇങ്ങനെ എഴുതാനേ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇവിടെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. നോക്കിയേ, 20നെ അതേപോലെ എഴുതാം. 20 പ്ലസ് 5/3 നമുക്ക് ഇങ്ങനെ എഴുതാം ഇല്ലേ. 5നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം പോകും? 5ൽ എത്ര 3 ഉണ്ട്? ഒരു 3 ഉള്ളൂ അല്ലെ. ഒരു 3 ഉള്ളൂ. 1 × 3 3 അല്ലെ. ബാക്കി ഇവിടെ എത്ര ഉണ്ട്? 3 കഴിച്ച് ബാക്കി 2 ഉണ്ട് ഇല്ലേ. ആ 2നെ നമ്മൾ മുകളിൽ എഴുതി ഈ 3 അടിയിൽ എഴുതി. സീക്വൽ ടു എത്ര വരും? 20ഉം പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട് അല്ലെ. അപ്പൊ 20ഉം 1ഉം 21. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 2/3. അപ്പൊ നമുക്ക് ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത് ചെയ്ത മോഡലില്ലേ, ആ ടൈപ്പിൽ നമുക്ക് ഇതിനെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് മൂന്നാമത്തൊന്ന് ചെയ്ത് നോക്കാം. ഇനി മൂന്നാമത്തെ നോക്കിയാൽ 1.5 ടൈംസ് ഓഫ് 2/3 അല്ലെ. അതായത് 2/3ന്റെ 1.5 മടങ്ങ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് ചെയ്യലൊക്കെ നന്നായിട്ട് പഠിച്ചല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? 1.5 ഇൻറ്റു ഏതിന്റെ? 2/3ന്റെ 1.5 മടങ്ങ്. അപ്പൊ 1.5 ഇൻറ്റു 2/3. അപ്പൊ ഇവിടെ നോക്കിയാൽ രണ്ടും ഫ്രാക്ഷൻ ആണ് അല്ലെ. അതിൽ ഒരെണ്ണം എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ രണ്ടാമത് ചെയ്യാൻ പഠിച്ചില്ല. ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും വളരെ എളുപ്പം. അപ്പൊ നമുക്ക് അതിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനെ 1.5 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ നോക്കിയേ. 1.5 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 1.5 അങ്ങനെ മാറ്റി എഴുതാം. ഇവര് തമ്മിൽ ഗുണിക്കുക, അതിന്റെ കൂടെ ഇത് കൂട്ടും അല്ലെ. 1 × 2 2, 2ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 3. അപ്പൊ നമുക്ക് 1.5നെ 3/2 എന്ന് എഴുതാം അല്ലെ. അങ്ങനെ എഴുതി. ഇനി ഇൻറ്റു 2/3 അതേപോലെ തന്നെ കിടന്നോട്ടെ. മനസ്സിലായില്ലേ? ഇതിനെ മാത്രം നമ്മളൊന്ന് മാറ്റിയിട്ട് 3/2 എന്ന് എഴുതി. ഇപ്പൊ നോക്കിയേ, ഇവ തമ്മിൽ ഗുണിക്കുക. 2 × 3 എത്രയാണ്? 6/2 × 3 6 അല്ലെ. അപ്പൊ 6/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. അപ്പൊ എപ്പോഴും ഈ രീതിയിൽ ചെയ്യുന്നതായിരിക്കും വളരെ എളുപ്പം. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, ഈ രീതിയിലാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. ഇനി നമുക്ക് നാലാമത്തൊന്ന് നോക്കാം. 2/5 ടൈംസ് ഓഫ് 2.5 അല്ലെ. അതായത് 2.5യുടെ 2/5 ഭാഗം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? 2/5 അല്ലെ ഇൻറ്റു 2.5 അതായത് 2.5യുടെ 2/5 ഭാഗം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഏത് രീതിയിൽ ചെയ്യണം?
ഇതാണ് കൂടുതൽ എളുപ്പം തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഈ രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് വേണം? സീക്വൽ ടു 2.5 നമുക്ക് 2.5 അതേപോലെ 2/5 തന്നെ എഴുതി ഇൻറ്റു ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ മിക്സഡ് ഫ്രാക്ഷൻ ഒന്ന് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം നമുക്ക്? നോക്കിയേ 2 1 2 അല്ലേ? ഇത് തമ്മിൽ ഗുണിക്കുക, അതിൻ്റെ കൂടെ ഇത് കൂട്ടാം. അപ്പോൾ 2 × 2 4, 4ൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 5. അപ്പോൾ 5/2 അതേപോലെ അടിയിൽ ഏതാണോ ഉള്ളത് അത് അതേപോലെ എഴുതാം. കണ്ടാ? അപ്പോൾ നമുക്ക് ഇതിന് ഇത് ഈ രീതിയിൽ എഴുതി. ഇത് നമുക്ക് വളരെ എളുപ്പം പറ്റും അല്ലേ? 2 × 5 എത്രയാണ്? 10/5 × 2 എത്രയാണ്? 10. 10/10 എന്ന് പറഞ്ഞാൽ 1. എന്തെളുപ്പം അല്ലേ? അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ എന്താണ്? 2.5 ടൈംസ് ഓഫ് 5.5 അല്ലേ? അതായത് 5.5യുടെ 2.5 മടങ്ങ് അല്ലേ? 5.5യുടെ 2.5 മടങ്ങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2.5 അല്ലേ? 2.5 × 5.5 5.5യുടെ 2.5 മടങ്ങ്. അപ്പൊ നമുക്ക് ഇത് ഏത് രൂപത്തിൽ ചെയ്യാം? നമ്മൾ രണ്ടാമത് ചെയ്ത രൂപത്തിൽ ചെയ്യാം അല്ലേ? അതല്ല എളുപ്പം. അപ്പൊ നമുക്ക് നോക്കിയാൽ 2.5 ആദ്യം ഇതിനെ 2നെയും നമ്മൾ മാറ്റണം അല്ലേ? 5.5 മാറ്റണം, പിന്നെ നമുക്ക് 2.5 മാറ്റണം, 5.5 മാറ്റണം അല്ലേ? 5.5 ഇത് 2നെ നമുക്ക് എങ്ങനെ മാറ്റാം? നോക്കിയാൽ ഗുണിക്കുക, അതിന്റെ കൂടെ ഇത് കൂട്ടാം. അപ്പൊ എന്ത് വരും? 2 × 2 4, 4 + 1 5. അപ്പൊ നമ്മൾ 2.5നെ എന്ത് എഴുതി? 5/, ഏതാണ് ഡിനോമിനേറ്റർ? 2 അല്ലേ? അപ്പൊ 5/2 എന്ന് എഴുതി ഇൻറ്റു. ഇനി 5.5 എങ്ങനെ നമുക്ക് മാറ്റാം? ഇവ തമ്മിൽ ഗുണിക്കുക, അതിന്റെ കൂടെ ഇത് കൂട്ടുക. അപ്പൊ 5 × 2 10, 10 1 11. അപ്പൊ നമുക്ക് 11/2. ആ 2ൽ ഒരു മാറ്റമില്ല. ഡിനോമിനേറ്റർ ഏതാണോ അത് തന്നെ എഴുതാം. സീക്വൽ ടു നോക്കിയാൽ 5 × 11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 55 അല്ലേ? 2 × 2 എത്രയാണ്? 4. അപ്പൊ നമുക്ക് 55/4 കിട്ടി അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് നോക്കിയാൽ 4 കൊണ്ട് ഇതിനെ കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഹരിക്കുക. നോക്കിയാൽ ഇങ്ങനെ ഹരിച്ചിടുക. 55 ഹരിക്കണം 4. 5ൽ പോവില്ല അല്ല, 5ൽ ഒരു പ്രാവശ്യം പോകും അല്ലേ? 1 × 4 4. 1 മൈനസ് ചെയ്തു. ഇനി ഈ 5നും കൂടി ഇറക്കിയിട്ടു. ഇനി 15ൽ എത്ര 4 ഉണ്ട്? 3 × 4 12. അപ്പൊ നമ്മൾ 3 എഴുതി. 3 × 4 12. ഓക്കെ, ഇനി മൈനസ് ചെയ്യുമ്പോൾ എത്ര വന്നു? 3 അല്ലേ? ഇനി നമുക്ക് നോക്കിയാൽ 3നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എത്ര പ്രാവശ്യം പോവും? 13 പ്രാവശ്യം ഹരിക്കാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സീക്വൽ ടു 13 എഴുതി നമ്മൾ. ഇനി നമ്മൾ ഏതുകൊണ്ടാണ് ഹരിച്ചത്? 4 കൊണ്ടാണ് ഹരിച്ചത് അല്ലേ? അപ്പൊ 4 നമ്മൾ അതേപോലെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് എത്ര ബാലൻസ് വന്നു? 3 ബാലൻസ് വന്നു അല്ലേ? അപ്പൊ 3 നമ്മൾ മുകളിൽ എഴുതി. നമ്മൾ മുമ്പ് ചെയ്യാറുള്ള അതേപോലെ തന്നെ. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.